ഇന്നത്തെ 4 മണി സ്പെഷ്യൽ കണ്ടാലോ? ഗോതമ്പ് പൊടിയും ചിക്കനും വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2-3 സ്പൂണ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിൽ നന്നായിട്ട് മാവ് കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് മാവ് എടുത്തിട്ടുള്ളത്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫില്ലിങ് റെഡിയാക്കുമ്പോഴത്തേന് ഇനി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഫില്ലിങ്സിന്. അതിന് ചെറിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതുപോലൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞതും പിന്നെ പച്ചമുളക് 2 ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും വഴന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു കിഴങ്ങ് വേവിച്ചത് ഉടച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് 1.5 സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫില്ലിങ്സ് റെഡി ആയപ്പോഴത്തേന് പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഓരോ ബൗളായിട്ട് എടുത്തിട്ട് ഇതുപോലൊന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക. കൈകൊണ്ട് തന്നെ നടു കുഴിച്ചു കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് അതിൽ വെച്ച് കൊടുക്കാവേ. ഇത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്സ് വെച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇഷ്ടമുള്ള ആകൃതിയിലാക്കി എടുക്കുക. ഇപ്പോൾ എണ്ണയിൽ മുക്കി പൊയ്ക്കാതെ തന്നെ ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലൊന്ന് കുറച്ച് എണ്ണ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തത്. ഇനി ഫുള്ളായിട്ടും അതുപോലെ തന്നെ റൗണ്ടാക്കി ഫില്ലിങ്സ് വെച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. കുട്ടികൾക്ക് 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും. എളുപ്പമാണ് ആക്കാൻ. പിന്നെ റവയും പിന്നെ ഇത്തിരി എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിപൊളിയാണ്, ഹെൽത്തിയാണ്. അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോ ബൗളും അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഒരു ഭാഗം നല്ല പോലെ ഒരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടും തിരിച്ചിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമേ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയും വരുന്നുണ്ട്. ഇതെങ്ങനെ ഫുള്ളായിട്ടും ഇപ്പം ഈ ഒരു കളറാകുമ്പോൾ ഗോൾഡൻ കളറാകുമ്പോഴത്തേന് കോരി മാറ്റാം. ഇങ്ങനെ ഫുള്ളായിട്ട് കോരി എടുക്കുവാണ്. ഇത് ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഈ സോസൊക്കെ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഉള്ളിലത്തെ ചിക്കൻ്റെ ഫില്ലിങ്സും എരിവും ഒക്കെ വരുമ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായി, ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.